നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം. വസന്തം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു വലിയ സന്തോഷത്തിന്റെ വസന്തമാണ്. പ്രത്യേകിച്ച് വസന്തകാലത്താണ് പൂക്കൾ ഏറെയും പ്രത്യക്ഷപ്പെടാറുള്ളത്. അത് ഏത് തരത്തിലുള്ള പൂവായാലും വസന്തത്തിന്റെ ആശ്ലേഷണം കൊണ്ട് പൂവിന്റെ മനം കവരുന്ന വസന്തവും വസന്തത്തിന്റെ മനം കവരുന്ന പൂക്കളുമൊക്കെ തന്നെ മനുഷ്യനെ സംബന്ധിച്ച് ഏറെ കണ്ണിനും കാതിനും കുളിർമ പകരുന്ന ഒരു വലിയ വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ വസന്തത്തിൽ കാണാറുള്ള ചെറി ബ്ലോസം അത് ജർമ്മനിയിലെ ഏറെ പ്രശസ്തമാണ്. ജർമ്മനിയിൽ മാത്രമല്ല വിശ്വപ്രസിദ്ധമായ ഒരു കാര്യമാണ് ബോണിലെ വിശ്വപ്രസിദ്ധമായ ചെറി ബ്ലോസം സീസൺ. ബോൺ എന്ന് പറയുമ്പോൾ ജർമ്മനിയുടെ മുൻ തലസ്ഥാനമായിരുന്നു. അത് മാത്രമല്ല ബോൺ ഒരു ഹരിത നഗരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബോണിലെ ചെറി ബ്ലോസത്തെ പറ്റി പറയാതിരിക്കാൻ വയ്യ. അതിലേക്ക് കടക്കുമ്പോൾ വസന്തം വിരുന്നെത്തിക്കഴിഞ്ഞു. ബോണിലെ വീതികളിൽ ഇനി പിങ്ക് വിസ്മയമാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചക്കാരുടെ തിരക്കേറുകയാണ്. അതിനെപ്പറ്റി കൂടുതലായി പറയുമ്പോൾ ജർമ്മനിയിലെ രാഷ്ട്രീയ കേന്ദ്രമായ ബോണിലെ വീതികൾ ഇപ്പോൾ ഒരു പിങ്ക് സ്വപ്ന ലോകത്താണ്. വസന്തകാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നഗരത്തിലെ ചെറി മരങ്ങൾ, അതായത് ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ കീർഷ് ബ്ലൂറ്റ്, പൂത്തുലഞ്ഞതോടെ സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ബോണിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടുത്തെ തെരുവീതികളിൽ ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ സ്ട്രാസെ, കീർ സ്ട്രാസയിൽ പൂത്തുലഞ്ഞ് വസന്തത്തിന്റെ എല്ലാവിധ പ്രഭാവങ്ങളോടും കൂടി നിൽക്കുന്ന കീർഷ് ബ്ലൂറ്റ്. ബോണിലെ പഴയ നഗരഭാഗത്തുള്ളതാണ് കീർസ് സ്ട്രാസെ. അതിന്റെ ഒപ്പമാണ് ബ്രൈറ്റെ സ്ട്രാസെ. ഈ സീസണിൽ ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാണ് ഇവിടം. റോഡിന് ഇരുവശവും നിൽക്കുന്ന ചെറിമരങ്ങൾ പൂത്തു നിൽക്കുന്നത് കാണാൻ ഒരു തുരങ്കത്തിലൂടെ നടന്നു പോകുന്ന പ്രതീതിയാണ് നൽകുന്നത്. ഇതിന് ഇവര് ജർമ്മൻകാർ തന്നെ പറയുന്നത് പിങ്ക് ടണൽ എന്നാണ്. ഏപ്രിൽ പകുതിയോടെ പൂർണ്ണമായി വിരിയുന്ന ഈ പൂക്കൾ ആസ്വദിക്കാൻ വരും ദിവസങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ ഒരു ഇഷ്ട കേന്ദ്രവുമാണ് ഇവിടം. ജർമ്മനിയിലെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക്, പ്രത്യേകിച്ച് ഇത് ആദ്യമായി കാണുന്നവർക്ക് ഈ കാഴ്ച ഒരു വലിയ അല്ലെങ്കിൽ ഒരു പുത്തൻ അനുഭവമാണ്. ഇനി ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെ വീഡിയോഗ്രാഫി ചെയ്യുന്നവരാണെങ്കിൽ ഇവരുടെയൊക്കെ മനം കവരുന്ന രീതിയിൽ അവര് ഫോട്ടോകളും വീഡിയോകളും എടുത്ത് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ അത്തരം പ്ലാറ്റ്ഫോമുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. ബോണിലെ ചെറി ബ്ലോസം ചിത്രങ്ങൾ എന്ന് തന്നെ പേര് നൽകിയാണ് പലരും ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ ഇപ്പോൾ വലിയ വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലോക്കൽ ടൂറിസത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഈ ബ്ലോസം. അതുകൊണ്ട് തന്നെ ഇന്ധനവില വർധനവും ട്രെയിൻ നിരക്കിലെ മാറ്റങ്ങളും ഒക്കെ ജർമ്മനിയിൽ ഉണ്ടെങ്കിലും അടുത്തുള്ള നഗരങ്ങളിൽ നിന്ന് കുറഞ്ഞ ചെലവിലാണ് എല്ലാവരും ഇവിടെ ബോണിലേക്ക് സഞ്ചാരികൾ കൂട്ടമായിട്ട് എത്തുന്നത്. അത് മാത്രമല്ല ആഘോഷം ഏറെ നിയന്ത്രണങ്ങളോടെയാണ് നടത്തുന്നത്. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സന്ദർശകരായി നഗരസഭ ചില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡുകളിലെ വാഹന ഗതാഗതം ഭാഗികമായി നിയന്ത്രിക്കുകയും കാൽനട യാത്രക്കാർക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഏപ്രിൽ മാസം അവസാനത്തോടെ ഈ പൂക്കൾ പൊഴിയാൻ തുടങ്ങുമെന്നതിനാൽ വരും ദിവസങ്ങൾ ബോണിലെ ടൂറിസം ആ മേഖല ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ്. യൂറോപ്പിലെ ഇന്ധന പ്രതിസന്ധിയുടെയും വിലക്കയറ്റത്തിന്റെയും കാര്യത്തിൽ ബോണിലെ ഈ പിങ്ക് പൂക്കൾ പ്രവാസികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ആശ്വാസവും സന്തോഷവും നൽകുന്ന കാഴ്ചയാണെന്ന് ബോൺ സ്റ്റാർട്ട് പോലും വിശേഷിപ്പിക്കുന്നു. ഇനിയും ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നാൽ ബോണിലെ പിങ്ക് വിസ്മയം, അതിന്റെ ചരിത്രവും വിശേഷങ്ങളിലേക്ക് കടന്നാൽ ബോണിലെ ചെറി ബ്ലോസം വെറും ഒരു കാഴ്ചയല്ല, മറിച്ച് അതൊരു നഗരത്തിന്റെ പുനർജന്മത്തിന്റെ അടയാളം കൂടിയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി പറയുമ്പോൾ ഒരു നഗരത്തെ സുന്ദരമാക്കാൻ തുടങ്ങിയ മാറ്റമാണ് ഇപ്പോൾ ഇത് വലിയ ആകർഷണ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. 1980കളിൽ ബോൺ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിനായി നഗരസഭ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമായാണ് ഈ ചെറി മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. അന്ന് ബോണിലെ ആൾസ്റ്റാഡ് മേഖല അത്ര ആകർഷകമായ ഒരിടം ആയിരുന്നില്ല. അന്ന് ജർമ്മനിയുടെ തലസ്ഥാനം തന്നെയായിരുന്നു ബോൺ, അതായത് പശ്ചിമ ജർമ്മനിയുടെ. തിരക്കേറിയതും ചാരനിറത്തിലുമുള്ള കെട്ടിടങ്ങൾ നിറഞ്ഞതുമായ ഈ തെരുവുകളെ സുന്ദരമാക്കാൻ നഗരം ആസൂത്രണം ചെയ്ത ഒരു കാര്യമാണിത്. ഇതിന് നേതൃത്വം നൽകിയത് ബ്രിഗിറ്റ് ഡെങ്കൽ എന്ന വനിതയാണ്. അവരുടെ ആശയമാണ് ചെറിമരങ്ങൾ ഇത്രയും നന്നായി പിടിപ്പിച്ചതും അത് പിന്നീട് ആളുകളുടെ, അതായത് സന്ദർശകരുടെ മനം കവർന്നതും. അവരുടെ ആശയമാണ് സ്റ്റാർട്ട് ബോൺ ഇത് ഒരു വലിയ പദ്ധതിയായിട്ട് രൂപപ്പെടുത്തി എടുത്തത്. അത് മാത്രമല്ല ആദ്യം ഹാത്തോൺ എന്ന് പറഞ്ഞ മരങ്ങൾ നടാനായിരുന്നു പദ്ധതിയെങ്കിലും അത് സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ ജാപ്പനീസ് ചെറി മരങ്ങൾ, അതായത് ഫ്ലവറിംഗ് ജാപ്പനീസ് ചെറി എന്നാണ് ഇതിനെ നാമകരണം ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുകയായിരുന്നു. ഈ അബദ്ധമാണ് പിന്നീട് ചരിത്രമായി മാറിയത്. അതായത് നെൽക്കൻ കിർഷ്, അതായത് ജാപ്പനീസ് സൗന്ദര്യമാണ് നെൽക്കൻ കിർഷ് എന്ന് പറയുന്ന ബ്ലോസം. ബോണിലെ തെരുവുകളിൽ പ്രധാനമായും കാണപ്പെടുന്നത് ഈ നെൽക്കൻ കിർഷ് ഇനത്തിൽപ്പെട്ട മരങ്ങളാണ്. അത് ജർമ്മൻ ഭാഷയിൽ പ്രുനൂസ് സെറുലാറ്റ കൻസാൻ എന്നാണ് അറിയപ്പെടുന്നത്.
അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ പ്രത്യേകത വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ സാന്ദ്രതയാണ്. ഈ മരങ്ങളുടെ കൊമ്പുകൾ റോഡിന് മുകളിലൂടെ പരസ്പരം കോർത്തു നിൽക്കുന്നത് ഒരു പിങ്ക് തുരങ്കം പോലെയുള്ള അനുഭവമാണ് നൽകുന്നത്. ഇനി ജാപ്പനീസ് പാരമ്പര്യം ജർമ്മനിയിൽ എത്തിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ജപ്പാനിൽ ചെറിപ്പൂക്കൾ വിരിയുന്ന സമയം ഹനാമി എന്ന പേരിൽ വലിയ ആഘോഷമാണ്. പൂക്കൾ ആസ്വദിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ജപ്പാനിൽ നിന്നുള്ള ഈ പാരമ്പര്യം ഇപ്പോൾ ബോണിലെ തെരുവീതികളിലും തെരുവുകളിലും കാണാം. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ വസന്തത്തെ വരവേൽക്കാൻ ബോണിലെ ഹീർസ്ട്രാസെ വീതിയാണ് തെരഞ്ഞെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകൾ കൂട്ടമായി എത്തുന്നതും സഞ്ചാരികളുടെ മനോഹര ഒരു നഗരമായി മാറുന്നത്. ഇനി പ്രവാസികൾ ഇതിന് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ഏപ്രിൽ പകുതിയോടെയാണ്, അതായത് ഇന്നിപ്പോൾ ഏപ്രിൽ 18ആയി, ഏപ്രിൽ 15 മുതലാണ് പൂക്കൾ പൂർണ്ണമായി വിരിയുന്നത്. ഇത് ഏകദേശം 10 മുതൽ 14 ദിവസം മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. അത്ര മാത്രമേ ഇതിന് ആയുസുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രെയിൻ മാർഗം വരുന്നവർ ബോൺ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ ട്രാം വഴിയോ എളുപ്പത്തിൽ ആൾസ്റ്റാട്ടിൽ എത്താം. ഇനി ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളവർക്ക് രാവിലെ നേരത്തെ എത്തുന്നതാണ് നല്ലത്. കാരണം ഉച്ചയ്ക്ക് ശേഷം സഞ്ചാരികളുടെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കൊണ്ട് സ്വസ്ഥമായി നിന്ന് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ രാവിലെ ഇറങ്ങിയാൽ രാവിലത്തെ ആ ഒരു പ്രസരിപ്പും അതോടൊപ്പം മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടായി മാറ്റി വീഡിയോ ഒക്കെ വളരെ നല്ല രീതിയിൽ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എന്ന് വേണ്ട നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ വളരെയധികം സാധ്യതയുണ്ട്, സാഹചര്യമുണ്ട്, എളുപ്പവുമാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ രാഷ്ട്രീയ ചർച്ചകൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഇടയിൽ പ്രകൃതി ഒരുക്കുന്ന ഈ സുന്ദരമായ കാഴ്ച കാണാൻ ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നും ചെറി ബ്ലോസം ആസ്വദിക്കാൻ നിരവധി ആളുകൾ ബോണിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ തന്നെ ഹീർസ്ട്രാസയിലെ, അതായത് ബോണിലെ ഹീർസ്ട്രാസയിലെ ചെറി വസന്തം ആസ്വദിക്കുവാൻ, ചെറിപ്പൂക്കൾ ആസ്വദിക്കുവാൻ ഈ ഏപ്രിലിൽ തന്നെ എത്തിയാൽ വളരെ നന്നായിരിക്കും. എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളുള്ളവർക്ക് സന്ദർശിക്കാൻ നന്ദി.